ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാൻ പത്തോളജി പാർട്ട് 2 ആണ്. അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനും അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ഓഫീസർ ബയോളജി എക്സാമിനും രണ്ടിനും ഉപകാരപ്പെടും. ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാം. ഫസ്റ്റ് കോക്കനട്ടാണ്. കോക്കനട്ടിൻ്റെ ഡിസീസസ്. ആദ്യത്തേത് ബഡ് റോട്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഗാനോഡെർമ. അപ്പോൾ ബഡ് റോട്ട് കോക്കനട്ടിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഫംഗസ് കാരണമാണ്. ഏത് ഫംഗസാണ്? ഗാനോഡെർമ എന്ന ഫംഗസ് കാരണമാണ് കോക്കനട്ടിൽ ബഡ് റോട്ട് ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്നൊക്കെ നോക്കാം. ഫ്രണ്ട് സ്റ്റോൺസ് യെല്ലോ ലെഡ്സ് ടു വിൽറ്റിംഗ് ആൻഡ് ഡ്രൂപ്പിംഗ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓലകളാണ്. ഓലകൾ യെല്ലോ കളറാകുന്നു, അതുപോലെ തന്നെ വാടിപ്പോകുന്നു. ആൻഡ് ഡ്രൂപ്പിംഗ് താഴേക്ക് താന്നു കിടക്കുന്നു. ആൻഡ് ലെഡ്സ് ടു ഡിസ്ട്രക്ഷൻ, മൊത്തം പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നു. ഇന്റേണൽ ടിഷ്യൂ ഓഫ് ലോവർ സ്റ്റെം ഡിസ്കളേർഡ്. ലോവർ സ്റ്റെമ്മിലെ ഇന്റേണൽ ടിഷ്യൂ ഡിസ്കളേർഡ് ആകുന്നു. അവസാനം പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നു. അതാണ് ബഡ് റോട്ട് കോസ്ഡ് ബൈ ഫംഗസ് ഗാനോഡെർമ. അടുത്തത് ലീതൽ ബോൾ റോട്ട്. ലീതൽ ബോൾ റോട്ട് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് മരാസ്മില്ലസ് കോക്കോഫൈലസ്. അപ്പോൾ ലീതൽ ബോൾ റോട്ട് ഏത് കാരണമാണ് ഉണ്ടാകുന്നത്? ഫംഗസ് കാരണമാണ്. ഏത് ഫംഗസാണ്? മരാസ്മില്ലസ് കോക്കോഫൈലസ് എന്നുള്ള ഫംഗസ് കാരണമാണ് ലീതൽ ബോൾ റോട്ട് കോക്കനട്ടിൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ സിംറ്റംസ്: ഓൾഡസ്റ്റ് ലീവ്സ് ടേണിംഗ് യെല്ലോ ആൻഡ് വിൽറ്റിംഗ്. പഴയ ഇലകൾ മഞ്ഞ കളറാകുന്നു, അതുകൊണ്ട് തന്നെ വാടിപ്പോകുന്നു. റെഡിഷ് ബ്രൗൺ റോട്ട് ഇൻ ബോൾ ടിഷ്യൂ. ബോൾ ടിഷ്യൂവിൽ റെഡിഷ് ബ്രൗൺ റോട്ട് ഉണ്ടാകുന്നു. ബോൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ താഴത്തെ ഭാഗമാണ്. ചെറിയ ചെറിയ റൂട്ട്സ് പോലെ തള്ളി നിൽക്കുന്ന ഭാഗത്തിനാണ് ബോൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഭാഗം ചീയുന്നു, റെഡിഷ് ബ്രൗൺ കളറാകുന്നു. ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് റൂട്ട് സിസ്റ്റം ഡിസ്ട്രക്ട് ആയി പോകുന്നു. അപ്പോൾ ലീതൽ ബോൾ റോട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫംഗസ് കാരണമാണ്. ഏത് ഫംഗസാണ്? മരാസ്മില്ലസ് കോക്കോഫൈലസ്. അടുത്തത് സ്റ്റെം ബ്ലീഡിംഗ് ഡിസീസ്. ഇതുണ്ടാകുന്നത് എന്ത് കാരണമാണ്? ഫംഗസ് കാരണമാണ്. ഏത് ഫംഗസാണ്? ചലാര പാരഡോക്സ. ചലാര പാരഡോക്സ് എന്ന ഫംഗസ് കാരണമാണ് കോക്കനട്ടിൽ സ്റ്റെം ബ്ലീഡിംഗ് ഡിസീസ് ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് ഓരോ ഡിസീസിന് പഠിക്കണം. അതുപോലെ തന്നെ ഏത് ഫംഗസ് ആണെന്നുള്ള പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ സിംറ്റംസ് നോക്കാം. സോഫ്റ്റ് യെല്ലോ റോട്ട് ഓൺ ട്രങ്കിൽ സോഫ്റ്റ് യെല്ലോ ആയിട്ടുള്ള റോട്ട് ഉണ്ടാകുന്നു. വിച്ച് ടേൺസ് ഇൻ ടു ഡാർക്ക് ബ്ലാക്ക് ഏരിയാസ്. ഇത് അതിനുശേഷം ഡാർക്ക് ബ്ലാക്ക് ഏരിയ ആയിട്ട് മാറുന്നു. റെഡിഷ് ബ്രൗൺ ലിക്വിഡ് ഊസ് ഫ്രം റോട്ടിംഗ് റീജിയൻ. റെഡിഷ് ബ്രൗൺ ലിക്വിഡ് വെളിയിലേക്ക് വരുന്നു ചീഞ്ഞ ഭാഗത്തു നിന്നും. ഇതാണ് സ്റ്റെം ബ്ലീഡിംഗ് ഡിസീസ്. അടുത്തത് ബഡ് റട്ട് ആൻഡ് നട്ട് ഫാൾ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഫൈറ്റോഫ്തോറ. ഇതും ഫംഗസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഏത് ഫംഗസ് ആണ്? ഫൈറ്റോഫ്തോറ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ക്ലോറോസിസ് ഓഫ് യങ് ലീവ്സ് ആൻഡ് നെക്രോസിസ് ഓഫ് ലീവ്സ് മഞ്ഞ കളറാവുന്നു, അതുകൊണ്ട് തന്നെ നെക്രോട്ടിക് ആകുന്നു. പിങ്ക് ലെഷൻസ് വിത്ത് ഡാർക്ക് ബോർഡേഴ്സ് ഓൺ വുഡി ഏരിയയിൽ പിങ്ക് ലെഷൻസ് ഉണ്ടാകുന്നു, ഡാർക്ക് ബോർഡർ ആയിട്ടുള്ളത്. ഇൻഫ്ലോറസൻസ് ഡസൻ പ്രൊഡ്യൂസ് നട്ട്സ്. ഇൻഫ്ലോറസൻസ് നട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ബഡ് റോട്ട് അല്ലെങ്കിൽ നട്ട് ഫാൾ ഇൻ കോക്കനട്ട് ഉണ്ടാകുന്നത് ഫംഗസ് ഫൈറ്റോഫ്തോറ കാരണമാണ്. അടുത്തത് കെഡാങ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ഡിഫറെൻറ്റ് നെയിംസ് എടുത്ത് ചോദിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പം കെഡാങ് ഉണ്ടാകുന്നത് കോക്കനട്ടിലുണ്ടാകുന്ന ഡിസീസാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറസ് കെഡാങ് വൈറോയിഡ് കാരണമാണ് ഈ ഡിസീസ് കോക്കനട്ടിൽ ഉണ്ടാകുന്നത്. വൈറൽ ഡിസീസാണ്. നട്ട്സ് എക്സിബിറ്റ് സ്കാരിങ് ഓൺ സർഫസ്. നട്ട്സിൻ്റെ സർഫസിൽ സ്കാരിങ് ഉണ്ടാകുന്നു. ആൻഡ് ക്ലോറോട്ടിക് സ്പോട്ട്സ് ഓൺ ലീവ്സ്. ഇലകളിൽ മഞ്ഞ സ്പോട്ട്സും ഉണ്ടാകുന്നു. സ്റ്റണ്ടഡ് ഇൻഫ്ലോറസൻസ് സ്റ്റണ്ടഡ് ആവുന്നു, അതുകൊണ്ട് തന്നെ ടിപ്പ് നെക്രോസിസ് ഉണ്ടാകുന്നു. അവസാനം പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നു. അതാണ് കെഡാങ് കോസ്ഡ് ബൈ വൈറസ് കെഡാങ് വൈറോയിഡ് ആണ്. അടുത്തത് ഗ്രേ ലീഫ് ബ്ലൈറ്റ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് പെസ്റ്റാലോടോപ്സിസ് പാമാരം. ഗ്രേ ലീഫ് ബ്ലൈറ്റ് ഉണ്ടാകുന്നത് ഫംഗസ് കാരണമാണ്. ഏത് ഫംഗസ് ആണ്? പെസ്റ്റാലോടോപ്സിസ് പാമാരം എന്ന ഫംഗസ് കൊണ്ടാണ് ഉണ്ടാകുന്നത് കോക്കനട്ടിൽ. സ്മോൾ ബ്രൗൺ യെല്ലോ സ്പോട്ട്സ് ഓൺ ലീഫ്ലെറ്റ്സിൽ സ്മോൾ ബ്രൗൺ യെല്ലോ സ്പോട്ട്സ് ഉണ്ടാകുന്നു. വിച്ച് ടേൺ ഗ്രേ സെൻറ്റേഴ്സ്, പിന്നെ ഗ്രേ സെൻറ്റേഴ്സ് ആയിട്ട് മാറുന്നു. നെക്രോട്ടിക് പാച്ചസ് ആൻഡ് ലീവ്സ് ടേൺ ഫുൾ ഗ്രേ കളർ. നെക്രോട്ടിക് പാച്ചസ് ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ലീവ്സ് മൊത്തം ഗ്രേ കളറായി മാറുന്നു. അതാണ് ഗ്രേ ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് കോക്കനട്ടിൽ ഫംഗസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഏത് ഫംഗസ് ആണ്? പെസ്റ്റാലോടോപ്സിസ് പാമാരം കൊണ്ടാണ്. ഇനി ബാക്കിയുള്ള ഡിസീസാണ് കോക്കനട്ട് ഫോളിയേജ് ഡീക്കേ. അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. അടുത്ത
ലീതൽ യെല്ലോയിങ് ഫൈറ്റോപ്ലാസ്മ കാൻഡിഡാറ്റസ് ഫൈറ്റോപ്ലാസ്മ കൊണ്ടാണ്. അടുത്തത് ആൽഗൽ ലീഫ് സ്പോട്ട് ആണ്, അത് ആൽഗെ മൂലമാണ് ഉണ്ടാകുന്നത്. സെഫാലൂറസ് വൈറസൻസ്. അടുത്ത ത്രെഡ് ബ്ലൈറ്റ് ആണ്, സെറാട്ടോബെസീഡിയം നോക്സിയം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്ത ബിറ്റൻ ലീഫ് സെറാട്ടോ സിസ്റ്റൈറ്റിസ് പാരഡോക്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി ഇൻസെക്ട് പെസ്റ്റ് കോക്കനട്ടിൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കാം. റെഡ് പാം വീവിൽ, ടെർമൈറ്റ്, റൈനോസറസ് ബീറ്റിൽ, ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ, സ്കെയിൽ ഇൻസെക്ട് ആൻഡ് കോക്കനട്ട് സ്കിപ്പർ. ഇത്രയാണ് ഇൻസെക്ട് പെസ്റ്റ്. ഇനി പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൈക്ലോറോവോസ്, മാലത്തിയോൺ, ഫെർസലോൺ, ക്വിനാൽഫോസ് ആൻഡ് കാർബാറിൽ. അടുത്തത് ബനാനയാണ്. ബനാനയുടെ ഡിസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് പനാമ വിൽറ്റ് ആണ്. ഇത് ഉണ്ടാകുന്നത് ഫംഗസ് കാരണമാണ്. ഏത് ഫംഗസ് ആണ്? ഫ്യുസാരിയം ഓക്സിസ്പോറം എന്ന ഫംഗസ് കാരണമാണ് പനാമ വിൽറ്റ് ഉണ്ടാകുന്നത്. ഈ ഫംഗസ് റൂട്ടിലും റൈസോമിലും എൻ്റർ ആകുന്നു. അതിനുശേഷം വാസ്കുലർ ടിഷ്യൂ ബ്രൗൺ, ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ട് മാറുന്നു. ഈ ഫംഗസ് കാരണം ലീവ്സ് മഞ്ഞ നിറമാകുന്നു. അതിനുശേഷം പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നു. അപ്പം പനാമ വിൽറ്റ് എന്തിലാണ് കണ്ടുവരുന്നത്? ബനാനയിലെ ഡിസീസാണ്. ഏത് മൂലമാണ്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഫ്യുസാരിയം ഓക്സിസ്പോറം. അടുത്തത് യെല്ലോ സിഗാട്ടൊക്കെയാണ്. ഇത് ഉണ്ടാകുന്ന ഏതിലാണ്? ബനാനയിലാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫംഗസ് മൂലമാണ്. ഫംഗസ് മൈക്കോസ്ഫാരില്ല മ്യൂസിക്കോള കൊണ്ടാണ് ഈ യെല്ലോ സിഗാട്ടൊക ബനാനയിൽ ഉണ്ടാകുന്നത്. സ്മോൾ സ്പിൻഡിൽ ഷേപ്ഡ് സ്പോട്ട്സ് ഓൺ ഫോളിയേജിൽ, ഇലകളിൽ സ്പിൻഡിൽ ഷേപ്ഡ് സ്പോട്ട്സ് ആകുന്നു. വിത്ത് ഗ്രേ ബോർഡർ ആയിരിക്കും. ഫ്രൂട്ട് സൈസ് റെഡ്യൂസ് ആകുന്നു. ഫ്രൂട്ടിൻ്റെ ഫ്ലഷ് പിങ്ക് കളറായിട്ട് മാറുന്നു. ഇതാണ് എല്ലാ സിഗോട്ടക എന്ന് പറയുന്നത്. ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഏത് ഫംഗസാണ്? മൈക്കോസ്ഫാരില്ല മ്യൂസിക്കോള. അടുത്തത് ബഞ്ചി ടോപ്പ് അല്ലെങ്കിൽ കർലി ടോപ്പ് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ബഞ്ചി ടോപ്പ് എന്തിലാണ്, ഏത് വെജിറ്റബിളിലാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഫ്രൂട്ടിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബനാനയിൽ കണ്ടുവരുന്ന ഡിസീസാണ്. ഇത് ഉണ്ടാകുന്നത് ബഞ്ചി ടോപ്പ് വൈറസ് മൂലമാണ്. മാർജിനൽ ക്ലോറോസിസ് ആൻഡ് കേർലിംഗ് ഓഫ് ലീവ്സ്. മാർജിനൽ ക്ലോറോസിസ് ഉണ്ടാകുന്നു, ലീവ്സ് കേളാകുന്നു ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാകുകയില്ല. ലീവ്സ് റെഡ്യൂസ് ഇൻ സൈസ്, ലീവ്സിൻ്റെ സൈസ് റെഡ്യൂസ് ആകുന്നു, ക്ലോറോട്ടിക് ആകുന്നു. അതുപോലെ തന്നെ മുകളിലേക്ക് നിൽക്കുന്നു, സ്റ്റാൻഡ് അപ്രൈറ്റ് ആൻഡ് ബിക്കം ബ്രിട്ടിൽ ആകുന്നു. ലീവ്സ് ക്രൗഡഡ് അറ്റ് ദ ടോപ്പ്, ലീവ്സ് എല്ലാം കൂടെ മുകളിലേക്ക് ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് പേര് തന്നെ ബഞ്ചി ടോപ്പ് ഡിസീസ് എന്ന് വന്നത്. ഇത് ഏതിലാണ് കാണപ്പെടുന്നത്? ബനാനയിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കേർലി ടോപ്പ് എന്ന് പറയുന്നു. എന്തുമൂലമാണ്? ബഞ്ചി ടോപ്പ് വൈറസ് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അടുത്തത് മോക്കോ ഡിസീസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വിൽറ്റ്. ഇതുണ്ടാവുന്നത് സ്യൂഡോമോണാസ് സൊളനേസിരിയം കൊണ്ടാണ്. ഈ മോക്കോ ഡിസീസ് ഉണ്ടാവുന്നത് ബാക്ടീരിയയാണ്. ഏതാണ്? സ്യൂഡോമോണാസ് സൊളനേസിരിയം കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാവുന്നത്. ഇലകൾ മഞ്ഞ കളറാകുന്നു. യെല്ലോ ആൻഡ് ഡാർക്ക് ബ്രൗൺ ഡിസ്കളേഷൻ വാസ്കുലർ റീജിയനിലും മഞ്ഞ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറാകുന്നു. ഫ്രൂട്ട് റോട്ട്സ്, ഫ്രൂട്ട് ചീയുന്നു. ഇന്റേണലി വിത്ത് ഡാർക്ക് ബ്രൗൺ ഡിസ്കളേഷൻ ഉണ്ടായിട്ട് ഫ്രൂട്ട് മൊത്തത്തിൽ ചീഞ്ഞു പോകുന്നു. അതാണ് മോക്കോ ഡിസീസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വിറ്റ് എന്ന് പറയുന്നത്. ഇതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ബാക്ടീരിയ സ്യൂഡോമോണാസ് സൊളനേസിരിയം കൊണ്ടാണ്. അടുത്തത് എർവീനിയ റോട്ട് അല്ലെങ്കിൽ ഹെഡ് റോട്ട്, കോസ്ഡ് ബൈ ബാക്ടീരിയ എർവീനിയ കെറോട്ടോവോറ. ഇതുണ്ടാവുന്നത് ബാക്ടീരിയ മൂലമാണ്. ഏത് ബാക്ടീരിയ ആണ്? പേരിൽ തന്നെ ഉണ്ടല്ലേ, എർവീനിയ കെറോട്ടോവോറ കൊണ്ടാണ് ഈ ഹെഡ് റോട്ട് അല്ലെങ്കിൽ എർവീനിയ റോട്ട് ബനാനയിൽ ഉണ്ടാവുന്നത്. അഫക്ട്സ് യങ് സക്കേഴ്സ്, ലെഡ്സ് ടു റോട്ടിംഗ്. ഇത് യങ് സക്കേഴ്സിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ചീയുന്നു. റോട്ടിംഗ് ഓഫ് ക്രൗൺ റീജിയനും ചെയ്യുന്നു. സ്പ്ലിറ്റിംഗ് ഓഫ് സ്യൂഡോസ്റ്റം ആൻഡ് യെല്ലോ ഊസ് വെൻ കട്ട്. സ്യൂഡോസ്റ്റം സ്പ്ലിറ്റ് ആകുന്നു. അതിനുശേഷം യെല്ലോ കളർ ലിക്വിഡ് വെളിയിലേക്ക് വരുന്നു കട്ട് ചെയ്യുമ്പോൾ. അതാണ് എർവീനിയ റോട്ട് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബാക്ടീരിയ എർവീനിയ കെറോട്ടോവോറ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്തത് ആന്ത്രനോസ് ആണ്. കോസ്ഡ് ബൈ ഫംഗസ് ഗ്ലിയോസ്പോറിയം മ്യൂസെ കൊണ്ടാണ് ഈ ഡിസീസ് ബനാനയിൽ ഉണ്ടാവുന്നത്. അഫക്ട്സ് ഫ്ലവേഴ്സ്, സ്കിൻ ആൻഡ് ഡിസ്റ്റൽ എൻഡ് ഓഫ് ബനാന ഹഡ്സ്. ഫ്ലവേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു, സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബനാന ഹഡ്സിൻ്റെ ഡിസ്റ്റൽ എൻഡിലും അഫക്റ്റ് ആവുന്നു. ലാർജ് ബ്രൗൺ പാച്ചസ് വിത്ത് ഗ്രോത്ത് ഓഫ് ഫംഗസ്. ലാർജ് ബ്രൗൺ പാച്ചസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഫംഗസിൻ്റെ ഗ്രോത്തും അതിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആന്ത്രനോസ് ബനാനയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫംഗസ് കാരണമാണ്. ഏത് ഫംഗസാണ്? ഗ്ലിയോസ്പോറിയം മ്യൂസെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ബാക്കിയുള്ള ഡിസീസ് സിഗാർ എൻഡ് ടിപ്പ് റോട്ട്. ഇത് വെർട്ടീസിലിയം
തിയോ ബ്രഹ്മ കൊണ്ടാണ് ഉണ്ടാകുന്നത്. സ്യൂഡോ സ്റ്റം ഹാർട്ട് തൊട്ട് ഉണ്ടാകുന്നത്. ബോട്രി ഡിപ്ലോയിഡ കൊണ്ടാണ്. അടുത്ത ബനാന സ്ട്രിക് വൈറസ് ആൻഡ് ബനാന ബ്രാക്ട് മൊസൈക് വൈറസ്. അടുത്ത ഫംജിസൈഡ്സ് ആണ് ക്ലോറോത്തലോണിൽ, ബാവിസ്റ്റിൻ, ഡീതെയിൻ, കോപ്പർ ഓക്സിക്ലോറൈഡ് ആൻഡ് ബെനോമിൽ. ഇൻസെക്ട് പെസ്റ്റ് ബനാനയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്യൂഡോസ്റ്റം ബോറർ, റൈസോം വീവിൽ, അഫിഡ്സ്, ബറോയിങ് നെമറ്റോഡ്, ഫ്രൂട്ട് ആൻഡ് ലീഫ് സ്കെയറിംഗ് ബീറ്റിൽ. അടുത്തത് ഷുഗർ കെയിൻ്റെ ഡിസീസ് ആണ്. ആദ്യത്തത് പൈനാപ്പിൾ ഡിസീസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പൈനാപ്പിൾ ഡിസീസ് ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ് വരുന്നത്? ഷുഗർ കെയിനിലാണ് പൈനാപ്പിൾ ഡിസീസ് വരുന്നത്. ഇത് ഇനി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഏത് ഫംഗസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറാറ്റോസിസ്റ്റൈറ്റിസ് പാരഡോക്സ് എന്ന ഫംഗസ് മൂലമാണ് ഈ ഷുഗർ കെയിനിൽ പൈനാപ്പിൾ ഡിസീസ് ഉണ്ടാവുന്നത്. സെൻട്രൽ പോർഷൻ ഓഫ് സെറ്റ് ഹാസ് റെഡ് ഡിസ്കളറേഷൻ. സെറ്റിന്റെ സെൻട്രൽ പോർഷനിൽ റെഡ് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം ഇത് ബ്രൗൺ ബ്ലാക്ക് ആയി മാറുന്നു. ഇന്റർനോട്ട്സ് ഇൻഫെക്റ്റഡ് ആകുന്നു. ഇലകൾ മഞ്ഞ കളർ ആകുന്നു. ഇനി ഈ സ്റ്റെം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈനാപ്പിളിന്റെ സ്മെല്ലുണ്ടാകും. അതുകൊണ്ടാണ് ഇതിന് പൈനാപ്പിൾ ഡിസീസ് എന്ന പേര് വന്നത്. ഇത് ഏതിലാണ് കാണുന്നത്? പൈനാപ്പിൾ ഡിസീസ് ഷുഗർ കെയിനിലാണ് കാണുന്നത്. ഉണ്ടാവുന്നത് ഫംഗസ് സെറാറ്റോസിസ്റ്റൈറ്റിസ് പാരഡോക്സ മൂലമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അടുത്തത് ഐസ്പോട്ട് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഹെൽമിന്തോസ്പോറിയം സക്കാരി. ഹെൽമിന്തോസ്പോറിയം സക്കാരി മൂലമാണ് ഐസ്പോട്ട് ഷുഗർ കെയിനിൽ ഉണ്ടാവുന്നത്. വാട്ടർ സോക്ഡ് സ്പോട്ട്സ് ഓൺ ലീവ്സിൽ വാട്ടർ സോക്ഡ് സ്പോട്ട്സ് ഉണ്ടാകുന്നു. എലോങ്ങേറ്റഡ് വാട്ടർ സോക്ഡ് സ്പോട്ട്സ് ലൈക്ക് ആൻ ഐ. ഇതിനുശേഷം ഇത് എലോങ്ങേറ്റഡ് ആകുന്നു, ഒരു കണ്ണ് പോലെ. അപ്പം അതുകൊണ്ടാണ് ഇതിന് ഐ സ്പോട്ട് എന്ന പേര് വീണത്. സ്ട്രോ കളേർഡ് ലെഷൻസ് ഡെവലപ്പ് ഫ്രം സ്പോട്ട്സ്. ഈ സ്പോട്ട്സിൽ നിന്നും സ്ട്രോ കളേർഡ് ലെഷൻസും ഉണ്ടാകുന്നു. അതാണ് ഐ സ്പോട്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഹെൽമിന്തോസ്പോറിയം സക്കാരിയാണ്. അടുത്തത് റെഡ് സ്ട്രൈപ്ഡ് ഡിസീസ്. റെഡ് സ്ട്രൈപ്ഡ് ഡിസീസ് ഉണ്ടാകുന്നത് ബാക്ടീരിയ മൂലമാണ്. സാന്തോമോണാസ് റുബ്രിലീനിയൻസ്. സാന്തോമോണാസ് റുബ്രിലീനിയൻസ് എന്ന ബാക്ടീരിയ മൂലമാണ് ഷുഗർ കെയിനിൽ റെഡ് സ്ട്രൈപ്ഡ് ഡിസീസ് ഉണ്ടാകുന്നത്. ക്ലോറോട്ടിക് ലീഷൻസ് വിത്ത് ഡാർക്ക് റെഡ് സ്ട്രൈപ്സ്. ക്ലോറോട്ടിക് ലീഷൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഡാർക്ക് റെഡ് സ്ട്രൈപ്സ് ലീഫ് ബ്ലേഡ്സിൽ എല്ലാത്തിലും കാണുന്നു. ഷൂട്ട്സ് ആർ അഫക്റ്റഡ് ആൻഡ് ലെഡ്സ് ടു റോട്ടിംഗ്. ഷൂട്ട്സ് അഫക്റ്റഡ് ആവുന്നു, അതിനുശേഷം ചീയുന്നു. ഡാർക്ക് റെഡ് ഡിസ്കളറേഷൻ ടിഷ്യൂസ് ആൻഡ് വിൽട്ടിംഗ് ഓഫ് ലീവ്സ്. ടിഷ്യൂസിലെല്ലാം ഡാർക്ക് റെഡ് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലീവ്സ് വാടിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് റെഡ് സ്ട്രൈപ്പ് ഡിസീസ് എന്ന് പറയുന്നത്. ബാക്ടീരിയ മൂലമാണ്. ഏത് ബാക്ടീരിയ ആണ്? സാന്തോമോണാസ് റുബ്രിലീനിയൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്ത സ്മട്ട് ഡിസീസ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് സ്പോറിയോസോറിയം സൈറ്റാമീനിയം. അപ്പോൾ സ്മട്ട് ഡിസീസ് ഷുഗർ കെയിനിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസ് ആണ്? സ്പോറിയോസോറിയം സൈറ്റാമീനിയം എന്നുള്ള ഫംഗസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രൊഡക്ഷൻ ഓഫ് വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫ്രം ദ ഗ്രോയിങ് പോയിന്റ്സ് ഓഫ് കെയിൻസ്. കെയിൻസിന്റെ ഗ്രോയിങ് പോയിന്റ്സിൽ നിന്നും വിപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. വിപ്പ് കവേർഡ് ബൈ സിൽവറി മെംബ്രെയിൻ. ഈ വിപ്പിനെ സിൽവറി മെംബ്രെയിൻ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. എൻക്ലോസ്ഡ് ബൈ ബ്ലാക്ക് കളേർഡ് സ്പോർസ്. ഇത് എൻക്ലോസ് ആവുന്നത് ബ്ലാക്ക് കളേർഡ് സ്പോർസിനകത്താണ്. അപ്പം ഇതാണ് സ്മട്ട് ഡിസീസ് എന്ന് പറയുന്നത്. സ്മട്ട് ഡിസീസിൽ എന്താണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്? വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവുന്നുണ്ട്. അതൊരു സിൽവറി മെംബ്രെയിൻ്റെ കോട്ടിങ് ഉണ്ടാവുന്നുണ്ട്. ബ്ലാക്ക് കളേർഡ് സ്പോട്സിൽ എൻക്ലോസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അതാണ് സ്മട്ട് എന്ന് പറയുന്നത്. ഇതുണ്ടാവുന്നത് ഫംഗസ് സ്പോറിയോസോറിയം സൈറ്റാമീനിയം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അടുത്തത് പൊക്കാബിങ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഫിസാരിയം സക്കാരി. അപ്പോൾ പൊക്കാബിങ് ഏതിലാണ് ഉണ്ടാവുന്നത്? ഷുഗർ കെയിനിലെ ഒരു ഡിസീസാണ്. പഠിച്ചിരിക്കണം, ബിക്കോസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിമാണ്. ഏതിലെ ഡിസീസാണ്? ഷുഗർ കെയിനിൽ ഉണ്ടാകുന്ന ഡിസീസാണ് പൊക്കാബിങ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഫ്യുസാരിയം സക്കാരി എന്ന ഫംഗസ് മൂലമാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. സിംറ്റംസ് ട്വിസ്റ്റഡ് ടോപ്പ് ആൻഡ് റോട്ടിംഗ് ഓഫ് സ്പിൻഡൽ ലീഫ്. ടോപ്പ് ട്വിസ്റ്റഡ് ആകുന്നു, അതുകൊണ്ട് തന്നെ സ്പിൻഡൽ ലീഫ് എല്ലാം ചീയുന്നു. വിൽട്ടിംഗ് ഓഫ് പ്ലാന്റ് വാടുന്നു. ആൻഡ് ക്ലോറോസിസ് ഡ്രൈയിങ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റോക്സ്. ക്ലോറോസിസ് ഉണ്ടാകുന്നു, ഇലകളെല്ലാം ഡ്രൈ ആകുന്നു, ഇലകളും സ്റ്റോക്സും എല്ലാം ഡ്രൈ ആകുന്നു, അതുകൊണ്ട് തന്നെ മഞ്ഞ കളർ ആകുന്നു, വാടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പൊക്കാബിങ് എന്ന് പറയുന്നത്. ഇത് എന്തുമൂലമാണ് ഉണ്ടാകുന്നത്? ഫംഗസ് മൂലമാണ്. ഫിസാരിയം സക്കാരി എന്ന ഫംഗസ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. അടുത്ത റാട്ടൂൺ സ്റ്റണ്ടിങ് ഡിസീസ്. റാട്ടൂൺ സ്റ്റണ്ടിങ് ഡിസീസ് കണ്ടുവരുന്നത് ഷുഗർ കെയിനിലാണ്. ഇത് ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ലെപ്സോണിയ സൈലി എന്ന ബാക്ടീരിയ മൂലമാണ് റാട്ടൂൺ സ്റ്റണ്ടിങ് ഡിസീസ് ഷുഗർ കെയിനിൽ ഉണ്ടാകുന്നത്. കെയിൻസ് ബിക്കം തിന്ന്. കെയിൻസ് തിന്നാകുന്നു. സ്റ്റോക്സിന്റെ നമ്പർ കുറയുന്നു. ഇന്റേണൽ വാസ്കുലർ ബണ്ടിൽസ് യെല്ലോ കളർ ആകുന്നു. ടു റെഡിഷ് ബ്രൗൺ സ്പോട്ട്സ്. ഇന്റേണൽ വാസ്കുലർ ബണ്ടിൽസ് മഞ്ഞ കളറിൽ നിന്നും റെഡിഷ് ബ്രൗൺ സ്പോട്ട്സിലേക്ക് മാറുന്നു.
ഇതാണ് റട്ടൂൺ സ്റ്റണ്ടിങ് ഡിസീസ്, ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്, ലെപ്സോണിയ സൈലി. അടുത്തത് ഗ്രാസി ഷൂട്ടാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫൈറ്റോപ്ലാസ്മ. ഗ്രാസി ഷൂട്ട് ഉണ്ടാവുന്നത് ഏതിലാണ്? ഷുഗർ കെയിനിൽ ഉണ്ടാകുന്ന ഡിസീസാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫൈറ്റോപ്ലാസ്മ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. തിൻ സ്ലെൻഡർ ക്ലോറോട്ടിക് ലീവ്സ്, റിഡക്ഷൻ ഇൻ ലീഫ് സൈസ് ആൻഡ് നമ്പർ. തിൻ സ്ലെൻഡർ ആയിട്ടുള്ള ഇലകൾ, മഞ്ഞ നിറമുള്ള ഇലകൾ, അതുകൊണ്ട് തന്നെ ലീഫ് സൈസ് കുറയുന്നു, നമ്പറിലും കുറയുന്നു, ഇലകളുടെ നമ്പറിലും സൈസിലും കുറയുന്നു, തിന്നാകുന്നു, സ്ലെൻഡർ ആകുന്നു, അതുകൊണ്ട് തന്നെ മഞ്ഞ കളർ ആകുന്നു. ഇൻഫെക്റ്റഡ് ക്ലംപ് പ്രൊഡ്യൂസസ് ബുഷി ഗ്രാസ് ലൈക്ക് ഗ്രോത്ത്. ഇൻഫെക്റ്റ് ആയിട്ടുള്ള ക്ലംപ് ബുഷി ഗ്രാസ് പോലെ അപ്പിയറൻസ് ആകുന്നു. അതിനുശേഷം ഇത് കെയിനായിട്ട് മുകളിലേക്ക് വളരുകയില്ല. ചില സമയത്ത് വളരും, പക്ഷെ അത് ഡ്വാഫ്ഡ് കെയിനായിരിക്കും, വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാസി ഷൂട്ട് എന്നുള്ള പേര് തന്നെ, ഇതിനൊരു ബുഷി ഗ്രാസ് അപ്പിയറൻസ് ഉള്ളതുകൊണ്ടാണ് ഗ്രാസി ഷൂട്ട് എന്ന പേര് ഇതിന് വീണിരിക്കുന്നത്. ഇത് ഷുഗർ കെയിനിലാണ് കണ്ടുവരുന്നത്, കോസ്ഡ് ബൈ ഫൈറ്റോപ്ലാസ്മയാണ്. ഇനി ബാക്കിയുള്ള ഡിസീസ് ബ്ലാക്ക് സ്ട്രൈപ്പ് ആണ്, സെർക്കോസ്പോറ അട്രോഫിയോഫോമിസ് ആണ്, ഇത് ഫംഗസ് ആണ്. അടുത്ത ഷീത്ത് റൊട്ടാണ്, സൈറ്റോസ്പോറ സക്കാരി, ഇതും ഫംഗസ് ആണ്. ഇത് ബ്ലാക്ക് റൊട്ട് ഉണ്ടാകുന്നത് സെറാട്ടോ സിസ്റ്റൈറ്റിസ് അഡിപ്പോസയാണ്, ഇതും ഫംഗസ് ആണ്. അടുത്ത ലീഫ് സ്കാൾ ഡിസീസ് ആണ്, ഇതുണ്ടാകുന്നത് സാന്തോമോണാസ് ആൽബിലിനിയൻസ് കൊണ്ടാണ്, ബാക്ടീരിയ ആണ്. അടുത്തത് ഷുഗർ കെയിൻ മൊസൈക് വൈറസ്. ഇൻസെക്ട് പെസ്റ്റ് ഷുഗർ കെയിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. റൂട്ട് ഗ്രബ്സ്, termites, internode borer, white flies, black mug, aphids and white grub. Pesticides glyphosate, amitrine, atrazine, bifenthrin, carbofuran. Fungicides Bordeaux mixture, copper oxychloride ആണ്. അടുത്തത് മാംഗോയുടെ ഡിസീസസ് ആണ്, നോക്കാം ഏതൊക്കെയാണ്. ആദ്യത്തത് ഫോമ ബ്ലൈറ്റ് ആണ്. ഈ ഫോമ ബ്ലൈറ്റ് മാംഗോയിൽ ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരോണില്ല ഗ്ലോമറേറ്റ അല്ലെങ്കിൽ ഫോമ ഗ്ലോമറേറ്റ. ഈ ഫംഗസ് മൂലമാണ് മാംഗോയിൽ ഫോമ ബ്ലൈറ്റ് എന്ന ഡിസീസ് ഉണ്ടാകുന്നത്. ഇറഗുലർ യെല്ലോ ലെഷൻസ് ഓൺ ലീവ്സ്, ഇലകളിൽ യെല്ലോ ലെഷൻസ് ഉണ്ടാകുന്നു. അതിനുശേഷം ഇത് ഗ്രേ നെക്രോട്ടിക് സ്പോട്ട്സ് ആയിട്ട് മാറുന്നു. വിതറിങ് ആൻഡ് കംപ്ലീറ്റ് ഡീഫോളിഷൻ ഒക്കേഴ്സ്, മൊത്തത്തിൽ ഇലകളെല്ലാം പൊഴിഞ്ഞ് പോവുകയും ചെയ്യുന്നു. അതാണ് ഫോമ ബ്ലൈറ്റ്. ഇതുണ്ടാകുന്നത് ഫംഗസ് പെരോണില്ല ഗ്ലോമറേറ്റ അല്ലെങ്കിൽ ഫോമ ഗ്ലോമറേറ്റ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്ത സൂട്ടി മോൾഡ് ആണ്. സൂട്ടി മോൾഡ് മാംഗോയിൽ ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്, മൈസീലിയം എന്ന ഫംഗസ് മൂലമാണ് മാംഗോയിൽ സൂട്ടി മോൾഡ് ഉണ്ടാകുന്നത്. ബ്ലാക്ക് വെൽവെറ്റി കോട്ടിങ് ഓൺ ലീവ്സ്, ലീവ്സിൽ ബ്ലാക്ക് വെൽവെറ്റി കോട്ടിങ് ഉണ്ടാകുന്നു. ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്റ്റിൽ നിന്നുള്ള ഹണിഡ്യൂ സെക്രീഷൻസ് ഇലകളിൽ പറ്റിപ്പിടിച്ചതിന് ശേഷം ഫംഗസിന് വേണ്ടിയിട്ട് മീഡിയം ഒരുക്കി കൊടുക്കുന്നു, ഫംഗൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ സൂട്ടി മോൾഡ് ഉണ്ടാകുന്നത്. ഇതുണ്ടാകുന്നത് ഫംഗസ് മൈസീലിയം മൂലമാണ്, ബ്ലാക്ക് വെൽവെറ്റി കോട്ടിംഗ് ആണ് ഉണ്ടാകുന്നത്. അടുത്തത് ഡൈബാക്ക് ആണ്. ഡൈബാക്ക് മാംഗോയിൽ ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസ് എന്ന് ചോദിച്ചാൽ ലാസിയോ ഡിപ്ലോയിഡ തിയോബ്രോമ എന്ന ഫംഗസ് മൂലമാണ് മാംഗോയിൽ ഡൈബാക്ക് ഡിസീസ് ഉണ്ടാകുന്നത്. ഡ്രൈയിങ് ബാക്ക് ഫ്രം ടോപ്പ് ഡൗൺവാർഡ്സ്, മുകളിൽ നിന്ന് താഴേക്ക് ഡ്രൈ ആകുന്നു, ഇലകളും ഡ്രൈ ആകുന്നു. അതിനുശേഷം ഒരു ഫയർ സ്ക്രോച്ച് അപ്പിയറൻസ് ഉണ്ട്, അതായത് വെന്ത മാതിരി ഒരു ബ്രൗൺ കളർ ആകും ലീവ്സ് എല്ലാം, അങ്ങനെ ഒരു അപ്പിയറൻസ് ഉണ്ടാകുന്നു ഇലകൾക്കെല്ലാം കൂടി. അതാണ് ഡൈബാക്ക് എന്നുള്ള പേര് വീണത്. ഇന്റേണൽ ബ്രൗണിങ് ഇൻ വുഡ് ടിഷ്യൂ ആൻഡ് ക്രാക്ക് അപ്പിയേഴ്സ് ഓൺ ബ്രാഞ്ചസ്. വുഡ് ടിഷ്യൂവിൽ ഇന്റേണൽ ബ്രൗണിങ് ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ബ്രാഞ്ചസിലെല്ലാം ക്രാക്സ് വീഴുന്നു. അതിനുശേഷം ഗമ്മ് വെളിയിലേക്ക് വരുന്നു, ഈ മരം നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട്. അതാണ് ഡൈബാക്ക് എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ് മാംഗോയിൽ ഉണ്ടാകുന്നത്. ലാസിയോ ഡിപ്ലോയിഡ തിയോബ്രോമ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്തത് ഗമ്മോസിസ് ആണ്. ഇതും ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. സെയിം ഫംഗസ് ആണ്, ലാസിയോ ഡിപ്ലോയിഡ തിയോബ്രോമ കൊണ്ടാണ് ഗമ്മോസിസും മാംഗോയിൽ ഉണ്ടാകുന്നത്. പ്രൊഫ്യൂസ് യൂസിങ്, ഒത്തിരി ഗമ്മ വെളിയിലേക്ക് വരുന്നു, വുഡിൽ നിന്നും ബാർക്കിൽ നിന്നും, അതുകൊണ്ട് തന്നെ വലിയ ബ്രാഞ്ചസിൽ നിന്നും. അതിനുശേഷം ഈ ബാർക്ക് ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നു, ഈ ഗമ്മ് ഇങ്ങനെ വെളിയിലേക്ക് വന്ന് നിൽക്കുന്നത് കൊണ്ട്. ട്രീ ഡൈസ് ബിക്കോസ് ഓഫ് ക്രാക്കിംഗ് ആൻഡ് റൂട്ടിങ്, ചീയലും അതുകൊണ്ട് തന്നെ ക്രാക്കിംഗ് കൊണ്ട് മൊത്തത്തിൽ മരം തന്നെ നശിച്ച് പോകുന്നു. അതാണ് ഗമ്മോസിസ്. മാംഗോയിൽ ഉണ്ടാവുന്നത് ഫംഗസ് മൂലമാണ്, ലാസിയോ ഡിപ്ലോയിഡ തിയോബ്രോമ കൊണ്ട്. അടുത്തത് ആൽഗൽ ലീഫ് സ്പോട്ട് ആണ്. ഇത് ആൽഗെ മൂലമാണ് ഉണ്ടാകുന്നത്. സെഫാലുറസ് വൈറസൻസ് ആണ്. ഓറഞ്ച് റസ്റ്റി സ്പോട്ട്സ് ഓൺ അപ്പർ ആൻഡ് ലോവർ സർഫസ് ഓഫ് ലീവ്സ്, ഓറഞ്ച് റസ്റ്റി ആയിട്ടുള്ള സ്പോട്ട്സ് ഇലകളുടെ മുകളിലും താഴെയും കാണപ്പെടുന്നു. അതാണ് ആൽഗൽ ലീഫ് സ്പോട്ട് എന്ന് പറയുന്നത്. ഏത് ആൽഗ മൂലം ചോദിച്ചാൽ സെഫാലുറസ് വൈറസൻസ് ആണ്. അടുത്ത പിങ്ക് ഡിസീസ് ആണ്. മാംഗോയിൽ ഉണ്ടാകുന്ന പിങ്ക് ഡിസീസ് ഏത് ഫംഗസ് മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരിത്രീസിയം സാൽമണി എന്ന ഫംഗസ് മൂലമാണ് മാംഗോയിൽ പിങ്ക് ഡിസീസ് ഉണ്ടാവുന്നത്. വൈറ്റ് സിൽക്ക് ലൈക്ക് ത്രെഡ്സ് ഓൺ ബ്രാഞ്ചസ് വിച്ച് ടേൺസ് ഇൻടു പിങ്ക് ക്രസ്റ്റ്,
ഒരു വൈറ്റ് സിൽക്ക് ലൈക്ക് ത്രെഡ്സ് ഉണ്ടാവുന്നുണ്ട് ബ്രാഞ്ചസിൽ. ഇത് പിന്നീട് പിങ്ക് ക്രസ്റ്റായിട്ട് മാറുന്നു. ട്രിക്സും ബ്രാഞ്ചസും ഇലകളും എല്ലാം നശിച്ചു പോകുന്നു. ഓറഞ്ച് പസ്റ്റ്യൂൾസ് അറ്റ് ദ അഫക്റ്റഡ് സൈറ്റിൽ ഓറഞ്ച് പസ്റ്റ്യൂൾസും ഉണ്ടാകുന്നു. ഇതാണ് പിങ്ക് ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ്? വൈറ്റ് സിൽക്ക് ലൈക്ക് ത്രെഡ്സ് ഉണ്ടാകുന്നു, അതിനുശേഷം ഇത് പിങ്ക് ക്രസ്റ്റായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇതിന് പിങ്ക് ഡിസീസ് എന്ന പേര് വീണത്. ട്രിക്സും ബ്രാഞ്ചസും ഫോളേജസും നശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓറഞ്ച് പസ്റ്റ്യൂൾസ് അഫക്റ്റഡ് സൈറ്റിൽ ഉണ്ടാകുന്നു. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. മാംഗോയിൽ ഉണ്ടാകുന്നത് എരിത്രീസിയം സാൽമണി എന്ന ഫംഗസ് കൊണ്ടാണ്. ബാക്കിയുള്ള ഡിസീസസ് പൗഡറി മിൽഡ്യൂ, ഈഡിയം മാഞ്ചിഫറെ എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ കാങ്കർ ഉണ്ടാകുന്നത് സാന്തോമോണാസ് ക്യാമ്പസ്ട്രിസ് എന്ന ബാക്ടീരിയ മൂലമാണ്. ആന്ത്രാനോസ് കൊലറ്റോട്രൈക്കം അക്യൂട്ടേറ്റം എന്ന ഫംഗസ് മൂലമാണ്. ബ്ലാക്ക് പാൻഡഡ് ഡിസീസ് ഉണ്ടാകുന്നത് റൈനോക്ലാഡിയം കോട്ടിക്കം എന്ന ഫംഗസ് മൂലമാണ്. ഏറ്റവും അവസാനത്തത് മഷ്റൂം റൂട്ട് റോട്ട് മാംഗോയിൽ ഉണ്ടാകുന്നത് ആർമിലാരിയ ടെബീസെൻസ് കൊണ്ടാണ്. ഇതും ഒരു ഫംഗസ് മൂലമാണ് ഈ മഷ്റൂം റൂട്ട് റോട്ട് മാംഗോയിൽ ഉണ്ടാകുന്നത്. ഇൻസെക്ട് പെസ്റ്റ് അഫിഡ്സ്, ഫ്രൂട്ട് ഫ്ലൈ, മാംഗോ ഹോപ്പേഴ്സും മീലിബഗ്സ് ആണ്. അടുത്ത ഫംജിസൈഡ്സും പെസ്റ്റിസൈഡ്സും ബെനോമിൽ, കോപ്പർ സൾഫേറ്റ്, തയാപെൻഡസോൾ, മാലാത്തിയോൺ, ഗ്ലൈഫോസേറ്റ് ആൻഡ് സൾഫോസേറ്റ് ആണ്. അടുത്തതിന് വീറ്റിൻ്റെ ഡിസീസാണ്. ആദ്യത്തെ ഡിസീസ് കർണൽ ബണ്ട് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കർണൽ ബണ്ട് വീട്ടിൽ കാണപ്പെടുന്ന ഡിസീസാണ്. ഏത് മൂലമാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസ് മൂലമാണ്. ടിലേറ്റിയ ഇൻഡിക്ക എന്ന ഫംഗസ് മൂലമാണ് വീട്ടിൽ കർണൽ ബണ്ട് ഉണ്ടാകുന്നത്. ഡാർക്ക് കളർ ആൻഡ് ഫിഷി സ്മെൽ കർണൽസ് ഉണ്ടാകുന്നു. ഈ ഫംഗസ് വീട്ടിന് അകത്ത് കയറുന്നു. അതിനുശേഷം അതായത് ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്തതിന് ശേഷം അതിനൊരു ഡാർക്ക് കളർ കൊടുക്കുകയും ഒരു ഫിഷി സ്മെല്ല് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് കർണൽ ബണ്ട് എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്ന വീട്ടിലാണ്. ഫംഗസ് മൂലമാണ്. ടിലേറ്റിയ ഇൻഡിക്ക എന്ന ഫംഗസ് മൂലമാണ്. അടുത്ത ബ്ലാക്ക് ചാഫ് ആണ്. ഇത് വീട്ടിലുണ്ടാകുന്നത് ബാക്ടീരിയ മൂലമാണ്. സാന്തോമോണാസ് ക്യാമ്പസ്ട്രസ് എന്ന ബാക്ടീരിയ മൂലമാണ് ബ്ലാക്ക് ചാഫ് ഉണ്ടാകുന്നത്. ക്രീം ടു യെല്ലോ ബാക്ടീരിയൽ ഊസ് ഫ്രം ഇൻഫെക്റ്റഡ് പാർട്ട്. അതായത് ക്രീം തൊട്ട് യെല്ലോ കളർ വരെയുള്ള മഞ്ഞ കളർ ഊസ് ഇൻഫെക്റ്റഡ് പാർട്ടിൽ നിന്നും ഉണ്ടാകുന്നു. ബാൻഡ്സ് ഓഫ് നെക്രോട്ടിക് ടിഷ്യൂ ആൻഡ് ഡാർക്കൻഡ് ഗ്ലൂംസ് ഡാർക്കൻഡ് ആവുകയും അതുകൊണ്ട് തന്നെ ബാൻഡ്സ് ഓഫ് നെക്രോട്ടിക് ടിഷ്യൂ ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ചാഫ് എന്ന പേര് വീണത്. ഇത് വീട്ടിൽ കണ്ടുവരുന്ന ഡിസീസാണ്. എന്തുമൂലമാണ്? ബാക്ടീരിയ സാന്തോമോണാസ് ക്യാമ്പസ്ട്രിസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ക്രീം ടു യെല്ലോ ബാക്ടീരിയൽ ഊസ് ഉണ്ടാകുന്നു. ബാൻഡ്സ് ഓഫ് നെക്രോട്ടിക് ടിഷ്യൂ അതുകൊണ്ട് തന്നെ ഗ്ലൂംസ് ഡാർക്കൻഡ് ആവുന്നു. അടുത്ത ഫ്ലാക്സ് മട്ടാണ്. ഇതുണ്ടാവുന്നത് ഫംഗസ് യൂറോസിസ്റ്റൈറ്റിസ് അഗ്രോപൈറി കൊണ്ടാണ് ഈ ഫ്ലാക്സ് മട്ട് എന്ന ഡിസീസ് വീട്ടിലുണ്ടാവുന്നത്. ലീവ്സ് ഓഫ് വൈറ്റ് സ്ട്രേഷൻസ്, ഇലകളിൽ വൈറ്റ് സ്ട്രേഷൻസ് ഉണ്ടാകുന്നു. ഇത് പിന്നീട് സിൽവറി ഗ്രേ ആയി മാറുന്നു. സ്റ്റണ്ടഡ് ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഡിസ്റ്റോർട്ടഡ് ആകുന്നു. അതാണ് ഫ്ലാക്സ് മട്ട്. ഇതുണ്ടാവുന്നത് വീട്ടിലുണ്ടാകുന്ന ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസ് ആണ്? യൂറോസിസ്റ്റൈറ്റിസ് അഗ്രോപൈറി കൊണ്ടാണ്. അടുത്ത ടാൻസ്പോട്ട് ആണ്. ടാൻസ്പോട്ട് വീട്ടിലുണ്ടാവുന്നത് ഫംഗസ് മൂലം തന്നെയാണ്. ഏത് ഫംഗസ് ആണ്? പൈരൻഫോറ ട്രിറ്റിക്കി എന്ന ഫംഗസ് മൂലമാണ് വീട്ടിൽ ടാൻസ്പോട്ട് ഉണ്ടാകുന്നത്. സ്റ്റാർട്ട്സ് വിത്ത് ഡയമണ്ട് ഷേപ്ഡ് ബ്രൗൺ ഓർ ടാൻസ്പോട്ട്സ്. ഡയമണ്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ബ്രൗൺ കളർ ടാൻസ്പോട്ട്സ് ആദ്യം ഉണ്ടാകുന്നു ഇലകളിൽ. ഇറ്റ് എലോങ്ങേറ്റ്സ് ആൻഡ് കവേർഡ് ബൈ യെല്ലോ ബോർഡർ ആൻഡ് ഡാമേജസ് ടിഷ്യൂസ്. ഇത് എലോങ്ങേറ്റഡ് ആകുന്നു, അതിനുശേഷം യെല്ലോ ബോർഡറായിട്ട് കവർ ചെയ്യുന്നു, അതിനുശേഷം ടിഷ്യൂസ് എല്ലാം നശിപ്പിക്കുന്നു. അപ്പം ആദ്യം തുടങ്ങുന്നത് ഡയമണ്ട് ഷേപ്ഡ് ബ്രൗൺ ടാൻസ്പോട്ട്സ് ആയിട്ടാണ്. പിന്നെ എലോങ്ങേറ്റ് ആയിട്ട് യെല്ലോ ബോർഡർ ഉണ്ടാകുന്നു. അതിനുശേഷം ടിഷ്യൂ മൊത്തത്തിൽ തന്നെ ഡാമേജ് ആകുന്നു. ഇതാണ് ടാൻസ്പോട്ട് വീട്ടിലുണ്ടാവുന്നത്. ഇത് ഫംഗസ് മൂലമാണ്. ഫംഗസ് പൈരൻഫോറ ട്രിറ്റിക്കി കൊണ്ടാണ് ഉണ്ടാവുന്നത്. അടുത്തത് എർഗോട്ട് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ക്ലാവിസെപ്സ് പെർപ്യൂരിയ. എർഗോട്ട് ഉണ്ടാകുന്നത് വീട്ടിലാണ്. അത് ഉണ്ടാകുന്നത് ക്ലാവിസെപ്സ് പെർപ്യൂരിയ കൊണ്ടാണ് ഈ എർഗോട്ട് ഡിസീസ് ഉണ്ടാവുന്നത്. ഗ്രെയിൻസ് ഇൻ ദ ഹെഡ് ആർ റീപ്ലേസ്ഡ് ബൈ ഡാർക്ക് പർപ്പിൾ ടു ബ്ലാക്ക് സ്ക്ലിറോട്ടിയ. ഹെഡിലുള്ള ഗ്രെയിൻസ് മാറിയിട്ട് അവിടെ ബ്ലാക്ക് സ്ക്ലിറോട്ടിയ ആകുന്നു. ഫംഗസ് പ്രൊഡ്യൂസസ് യെല്ലോയിഷ് സെക്രീഷൻ ഓൺ ഫ്ലവർ പാർട്ട്. ഫ്ലവർ പാർട്ടിൽ യെല്ലോ സെക്രീഷൻസ് ഈ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എർഗോട്ട് എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് വീട്ടിലാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഫംഗസ് ക്ലാവിസെപ്സ് പെർപ്യൂരിയ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഹെഡിലെ ഗ്രെയിൻസ് എല്ലാം മാറിയിട്ട് അവിടെ ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്ലിറോട്ടിയ ആകുന്നു. ഫംഗസ് യെല്ലോ സെക്രീഷൻസ് ഫ്ലവർ പാർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്കി ഡിസീസ് കോട്ടണി സ്നോ മോൾഡ് ആണ്. ഇത് ഫംഗസ് മൂലമാണ്. ക്യോപ്രിനസ് സൈക്രോ മോർബിഡസ് എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. അടുത്ത സ്പൈക്ക് ബ്ലൈറ്റ് ആണ്. ക്ലാവിബാക്ടർ ട്രിറ്റിക്ക കൊണ്ട് ഉണ്ടാകുന്നത്. അടുത്ത ലീഫ് റസ്റ്റ് ആണ്. പ്യുസീനിയ ട്രിറ്റിക്കാന കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്ത ബേസൽ ഗ്ലൂം റൊട്ട് ആണ്. സ്യൂഡോമോണ സിരിഞ്ചിയ
ബാക്ടീരിയ ആണിത്. അടുത്ത ബാർലി യെല്ലോ ഡാർഫ് വീട്ടിലാണ് ഉണ്ടാകുന്നത്. ഇത് വൈറസ് മൂലമാണ്. അടുത്ത സ്നിങ്കിങ് സ്മട്ട് അല്ലെങ്കിൽ കോമൺ ബണ്ട്, ഇത് ടിലേറ്റിയ ട്രിറ്റിക്ക എന്ന ഫംഗസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഏറ്റവും അവസാനത്തത് വീറ്റ് സ്റ്റിക് മൊസൈക്ക് ആണ്. ഇൻസെക്ട് പെസ്റ്റ് എന്ന് പറയുന്നത് അഫിഡ്സും സ്റ്റിങ് ബഗ്സും ആർമി വോംസും ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫംഗസ് ആണോ വൈറസ് ആണല്ലോ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ഓരോ ഡിസീസിൻ്റെയും. അതുകൊണ്ട് തന്നെ ഫംഗസിൻ്റെ നെയിംസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസും ഏത് വെജിറ്റബിളും ഫ്രൂട്ടിലാണ് വരുന്നതെന്നും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.